ഹലോ ഫ്രണ്ട്സ്, ഷാഡോ വ്ളോഗിലെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുപോലെ 4 വെറൈറ്റി സോപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഇത് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ തുളസി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കണം. നമ്മളൊരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ പേസ്റ്റ് അരച്ച് ഒഴിക്കും. അപ്പോൾ നമ്മളിനി തുളസി നീര് ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. നമ്മളിപ്പോൾ അടുത്തായിട്ട് ആര്യവേപ്പാണ് എടുത്തേക്കുന്നത്. അതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി പേസ്റ്റ് ആക്കി എടുക്കും. ഇത് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളിപ്പോൾ കറ്റാർവാഴ എടുത്തേക്കുന്നത്. അതിനെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മളിനി കറ്റാർവാഴയുടെ ജെല്ലെടുക്കുകയാണ്. നമ്മൾ രക്തദാനം എടുത്തേക്കുന്നത്. ഇത് നമ്മൾ മേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങാടിക്കടയിൽ നിന്നാണ്. ഇപ്പോൾ പൊടിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കെമിക്കൽ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചതാണ്. നമ്മൾ അരയ്ക്കുന്നതിൻ്റെ സൗകര്യത്തിന് വേണ്ടി നമ്മളിത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ രക്തദാനം അരച്ചെടുക്കുവാണ്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി മേടിച്ചേക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ വിറ്റമിനിയുടെ ഗുളികയും പിന്നെ ഗ്ലിസറിനും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചാണ്. പിന്നെ ഇത് നമ്മൾ ഓർഡർ ചെയ്ത് മേടിച്ചാണ്. സോപ്പ് ബേസും പിന്നെ വീട്ടിലെ ആവശ്യങ്ങൾക്കാണെങ്കിൽ ഗോൾഡ് മേടിക്കേണ്ട ആവശ്യമില്ല. വെള്ളപ്പാത്രങ്ങൾ അങ്ങനെ എന്തെങ്കിലും. നമുക്കിനി ഈ ബേസ് നമുക്കിനി ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് പീസാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കണം. നമ്മൾ തീ കത്തിച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം നമ്മളിത് അലിഞ്ഞിട്ടിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് അരച്ച് വെച്ച വേപ്പിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്യണം. നമ്മളിനി വേപ്പിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്യുകയാണ്. നമ്മൾ എടുത്തേക്കിനെക്കാട്ടി ബേസിങ്ങിനെക്കാട്ടി കുറവായിരിക്കണം അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ്, അല്ലെങ്കിൽ സോപ്പിന് കട്ടി കാണത്തില്ല. നമ്മളിനി വൈറ്റമിനിയുടെ ഗുളിക എടുത്തിട്ടുണ്ട്. ഇതിന് കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കണം. നമുക്കിനി ഇതിൻ്റെ അകത്ത് കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്യും. നമ്മളിത് ഒഴിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് നമ്മൾ ദേഹത്ത് തേക്കുമ്പം നമ്മുടെ ദേഹമൊക്കെ ഡ്രൈനെസ് ആകത്തില്ലേ, അത് മാറാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്കിനി മോൾഡിലേക്ക് ഒഴിച്ചു വെക്കാം. അപ്പം നമ്മൾ സെയിം മെത്തേഡിൽ തന്നെ നമ്മളിപ്പോൾ തുളസി ഒരുക്കിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ ഇനി വൈറ്റമിനി പൊടിച്ചിരിക്കുക. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരെണ്ണം ഒഴിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ഉപയോഗിക്കാം. അടുത്ത് നമുക്കിനി ഗ്ലിസറിൻ ഒഴിക്കാം. അത് ഞങ്ങളിപ്പം കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. അപ്പോൾ അടുത്ത് നമ്മളിനി കറ്റാർവാഴ ഒഴിക്കുവാണ്. ഇളക്കി പോകാം. നമ്മളിനി അടുത്ത രക്തദാനമാണ് ചേർക്കുന്നത്. നമ്മൾ ഗുളിക 2 വിറ്റാമിനിയുടെ ഗുളികയാണ്. 2 പൊട്ടിച്ച് നമ്മൾ ഒഴിക്കുകയാണ്. അടുത്ത ഗ്ലിസറിനാണ് മോൾഡിലേക്ക് ഒഴിക്കുക. നമ്മൾ സെറ്റാൻ വേണ്ടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സെറ്റാകാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ നമ്മൾ മോൾഡൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. ചെറിയ പാത്രത്തിലൊക്കെ ഒഴിച്ച് വെച്ചാലും സൂപ്പ് കിട്ടും. നമ്മൾ സൂപ്പ് വെച്ചിട്ട് ഇപ്പോൾ 3 മണിക്കൂർ കഴിയുന്നുണ്ട്. അപ്പം നമുക്കിതൊന്ന് സെറ്റായി നോക്കിയിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ ഒഴിച്ച് വെച്ചത് ആര്യവേപ്പിൻ്റെ ഇലയുടെയാണ്. നമുക്കിന്ന് ഇളക്കി നോക്കാം. അപ്പം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് തുളസി സോപ്പ് ഇളക്കാം. അപ്പോൾ അടുത്തതിനി കറ്റാർവാഴ. അപ്പോൾ അടുത്തതിനി രക്തദാനം. നമ്മുടെ സോപ്പൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്.
നമ്മളിപ്പം ഇതിന് മണത്തിന് വേണ്ടി എസൻസ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിലേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.